ഇന്ന് നമുക്ക് കുറച്ച് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. ഇതൊരു ഓണപരിപാടിക്ക് വേണ്ടിയുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. 120 പേർക്കാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത്. ഇത് 4 പൈനാപ്പിളോളം വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് പിരിയമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വേകാൻ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് പൈനാപ്പിൾ വെന്ത് വരാൻ നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായി മിക്സ് ആവുന്നതിന് വേണ്ടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ നല്ല രീതിയിൽ വെന്ത് വരണം, വെള്ളമെല്ലാം വറ്റുകയും ചെയ്യണം. ഇനി നമുക്ക് ഇതിനേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം. ഒരു 15 പച്ചമുളക്, ഒരു അര സ്പൂൺ ജീരകം, 3 ചെറിയ നാളികേരം തിരികിയത്, അതുകൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം കുറച്ച് അരച്ചെടുക്കാം. വെന്ത പൈനാപ്പിളിലേക്ക് നമുക്കിത് നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാകരുത്, വെള്ളം നന്നായിട്ട് വറ്റിയിരിക്കണം. ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇത് തണുക്കുമ്പോൾ നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. തൈര് നന്നായിട്ട് കട്ട കളഞ്ഞ് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സിയിൽ അടിക്കേണ്ട, അടിച്ചു കഴിഞ്ഞാൽ അതൊരു വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. കുറേശ്ശെ തൈര് ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1 പിടിയോളം ചെറിയ ഉള്ളി മുറിച്ചത്, കുറച്ച് വറ്റൽമുളക്, ഇപ്പം ചൂടായി വരുമ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ച് നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒഴിച്ച് അടച്ച് വയ്ക്കാം. കഴിക്കാൻ സമയത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം.